Hey everybody, back with another video. Like and subscribe, etc. etc. ഹേ എവരിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൂവീസിനെ പറ്റിയിട്ടുള്ള ലിസ്റ്റാണ്. അടുത്ത കൊല്ലമായ 2024 ഇറങ്ങാൻ പോകുന്ന സൂപ്പർ ഹീറോ മൂവീസിനെ പറ്റിയിട്ടാണ്. You're still here. ഇനി 2024 പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ചാൽ DC കോമിക്സ് അല്ലെങ്കിൽ DC യൂണിവേഴ്സിൽ നിന്ന് ഒറ്റ മൂവീസും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അക്വാമാൻ 2 DCE എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത കൊല്ലം പറയുകയാണെങ്കിൽ DCയുടെ ഒരു മൂവി ഉള്ളത് ജോക്കർ 2 ആണ്. പക്ഷേ ഈ മൂവി നടക്കുന്നത് എൽസ്വേൾസ് യൂണിവേഴ്സ് ആണ്. അതായത് DCയിൽ ഇനിയും വരാൻ പോകുന്ന മൂവീസായിട്ടൊന്നും കണക്റ്റഡ് അല്ല. പിന്നെ ഒരു മാവൽ മൂവി വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 5 സൂപ്പർ ഹീറോ മൂവീസാണ് അടുത്ത കൊല്ലം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ പോപ്പ് കൾച്ചർ കണ്ടൻസ് ഈ ചാനൽ വരുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ്, ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലിസ്റ്റിലത്തെ ആദ്യത്തെ മൂവി എന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ചാനലിൻ്റെ പേര് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മാവൽ ക്യാരക്ടേഴ്സാണ് ദ ക്രേസി ഡെഡ്പൂൾ, ദ മേർക്ക് വിത്ത് ദ മൗത്ത്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ മൂവി 2024 വരുന്നുണ്ട്. കൂടെ വൂൾവറീനും ഈ പടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ തേർഡ് പാർട്ടാണ്, ഡെഡ്പൂൾ ഫ്രാഞ്ചൈസി തേർഡ് പാർട്ടാണ്. അതുപോലെ തന്നെ ഫോക്സിൻ്റെ ആദ്യത്തെ മൂവിയാണ് ഡിസ്നി ഫോക്സിനെ മേടിച്ചതിന് ശേഷം. ഈ സമയം റയാൻ റെനോൾഡ്സ് ഡെഡ്പൂളായിട്ട് തിരിച്ചു വരുന്നു. വേഡ് വിൽസൺ അതുപോലെ തന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറീനും ഈ മൂവിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പറയാനുള്ളത് അഫ്കോഴ്സ് വൂൾവറീൻ്റെ കോസ്റ്റ്യൂമാണ്. അത് കോമിക്സിൽ നിന്ന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം തന്നെയാണ് ഈ മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് നിരവധി ജോക്കുകളും അതുപോലെ തന്നെ വയലൻസും നെക്സ്റ്റ് ലെവൽ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിരവധി ഫോർത്ത് വാൾ ബ്രേക്കിംഗ്, ഡെഡ്പൂളിൻ്റെ മെയിൻ ഒരു സംഭവമാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സീൻസ് ഇഷ്ടം പോലെ കാണാം. പിന്നെ ഡെഡ്പൂളിൻ്റെ പല വേരിയൻസും വൂൾവറീൻ്റെ പല വേരിയൻസും കാണാൻ നമുക്ക് സാധിക്കും ഈ ഒരു മൂവിയിൽ. പിന്നെ പറയാനുള്ളത് ഒരു റൂമറാണ്. അതായത് കുറച്ച് എക്സ്മെൻ ക്യാരക്ടേഴ്സിനും ഈ മൂവിയിൽ പ്രതീക്ഷിക്കാം. ഒന്ന് സേബർ ടൂത്ത് ആണ്. അതുപോലെ തന്നെ വൂൾവറീൻ്റെ മകളായിട്ട് ലോഗനിൽ നമ്മൾ കണ്ട X-23. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി തേർഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ സർപ്രൈസസ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഈ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 26, 2024 ആണ്. അടുത്ത മൂവിയാണ് ക്രേവൻ. ക്രേവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഹണ്ടറാണ്. അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു വില്ലനുമാണ്. ഈ മൂവിയുടെ നായകനെ പറ്റി പറയുകയാണെങ്കിൽ MCUവിൽ ക്വിക്സിൽവറായിട്ട് അഭിനയിച്ച ആരൺ ടൈലർ ജോൺസൺ എന്ന നടനാണ് ക്രേവനായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ DCEUവിൽ സൂപ്പർമാൻ്റെ അച്ഛനായ ജോറലായിട്ട് കഥാപാത്രം അഭിനയിച്ച റസൽ ക്രോവും ഈ പടത്തിലുണ്ട്. ഈ മൂവി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ക്രേവൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഫാദറായിട്ടുള്ള റിലേഷൻഷിപ്പും. ഒരു കംപ്ലീറ്റ്ലി R-rated ആയിട്ടുള്ള ഈ ഒരു മൂവി സോണിയുടെ മാവൽ മൂവീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഈ സോണി മാവൽ മൂവീസിൻ്റെ അണ്ടറിലാണ് ടോം ഹോളൻ്റെ സ്പൈഡർമാൻ പടങ്ങൾ. ഇതിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂവി നമ്മുടെ ഡിസ്നിയുടെ മാവൽ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആവോ എന്നാണ്. ഈ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 30, 2024 ആണ്. അടുത്ത മൂവിയാണ് ജോക്കർ ഫോളി എഡു അല്ലെങ്കിൽ ജോക്കർ 2 എന്ന് പറയാം. $1 ബില്യൺ ബോക്സ് ഓഫീസിൽ നേടിയ ജോക്കർ എന്ന മൂവിയുടെ കണ്ടിന്യൂവേഷനാണ് ഈ പടം. ഇതിൽ യോക്കിൻ ഫീനിക്സ് അഭിനയിച്ച ആർത്തർ ഫ്ലെക്കിൻ്റെ കഥയുടെ കണ്ടിന്യൂവേഷനാണ്. ഈ ഒരു കഥാപാത്രം ചെയ്തിട്ടാണ് യോക്കിൻ ഫീനിക്സിന് ഓസ്കാറും ലഭിച്ചത്. ഇപ്രാവശ്യം ഈ മൂവിയിൽ തൻ്റെ കൂടെ സിംഗറും നടിയുമായ ലേഡി ഗാഗ ജോയിൻ ചെയ്യുന്നുണ്ട് ഹാർലി ക്യൂൻ എന്ന കഥാപാത്രമായിട്ട്. ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ജോക്കറിൻ്റെ കൂടെയുള്ള ഏറ്റവും നൊട്ടോറിയസും ക്രേസിയുമായിട്ടുള്ള ഒരു വില്ലനാണ്. ഈ കഥാപാത്രത്തിൻ്റെ ഒരു വേർഷൻ നമ്മുടെ നടിയായ മാർഗട്ട് റോബി അഭിനയിച്ചിരുന്നു സൂസൈഡ് സ്ക്വാഡ് എന്ന മൂവിയിലും. പിന്നെ ഈ ക്യാരക്ടറിനെ വെച്ച് മറ്റു റിലേറ്റഡ് മൂവീസും വന്നിരുന്നു. ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് ടോഡ് ഫിലിപ്സ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് പാർട്ടും ഡയറക്റ്റ് ചെയ്തത്. ഈ ഒരു ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹാങ് ഓവർ ട്രിലോജി ഡയറക്റ്റ് ചെയ്തതാണ്. ഈ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് ഒക്ടോബർ 4, 2024 ആണ്. അടുത്ത മൂവിയാണ് മാഡം വെബ്. ഡക്കോട്ട ജോൺസൺ എന്ന നടിയുടെ കസാൻഡ്ര വെബ് എന്ന കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു മൂവി. ഒരു ആക്സിഡന്റിന് ശേഷം ഈ ക്യാരക്ടറിന് ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന എബിലിറ്റി ലഭിക്കുന്നതാണ്. ഈ ഒരു ക്യാരക്ടർ മറ്റ് 3 പെണ്ണുങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഉഫോറിയ എന്ന സീരീസിലത്തെ സിഡ്നി സ്വീനി ആക്ട്രസിൻ്റെ ജൂലിയ കാർപ്പൻഡർ എന്നൊരു ക്യാരക്ടറും
ആന്യ കൊറാസൺ എന്ന നടിയുടെ ഇസബൽ മേഴ്സ്റ്റ് എന്നൊരു ക്യാരക്ടറും അതുപോലെ തന്നെ കൂടെ മാറ്റി ഫ്രാങ്ക്ലിൻ എന്ന ആക്ട്രസിന്റെ സെലസ്റ്റ് ഒ കോണർ എന്ന കഥാപാത്രമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. ഇവരെ 4 പേരെയും എസീക്കിൽ സിംസ് എന്ന് പറഞ്ഞൊരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ചേസ് ചെയ്യുകയാണ്. ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് തഹർ റഹീമാണ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ജെ ക്ലാർക്സൺ ആണ്. സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിൽ വരുന്ന മറ്റൊരു മൂവിയാണ് ഇത്. ഈ മൂവിയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 14, 2024 ഈ ലിസ്റ്റിലെ അവസാനത്തെ മൂവിയാണ് വെനം 3. സ്പൈഡർമാൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വില്ലനാണ് വെനം. അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ 3rd പാർട്ടാണിത്. ടോം ഹാർഡി വീണ്ടും എഡി ബ്രോക്ക് വെനം എന്ന കഥാപാത്രമായിട്ട് തിരിച്ചു വരികയാണ്. ഈ ഒരു മൂവിയുടെ പ്ലോട്ടിനെ പറ്റി അധികമൊന്നും അറിയില്ല. പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ് ചെയ്ത ആൻറ്റി സെർക്കിസ്, അതായത് MCUവിൽ ക്ലോ എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച നടൻ ആണ് ആൻറ്റി സെർക്കിസ്. ഇദ്ദേഹം 3rd പാർട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ തന്നെ ഇത് വെനത്തിൻ്റെ അവസാനത്തെ മൂവി ആണോ എന്ന് പോലും നമുക്കറിയില്ല. ഇത് 3rd പാർട്ടാണ്. പക്ഷേ മേ ബി ഈ ക്യാരക്ടർ നമ്മൾ വീണ്ടും കാണാൻ ചാൻസസ് ഉണ്ട്. ഈ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് November 8, 2024 ആണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവീസ് ലിസ്റ്റാണിത്. സൂപ്പർ ഹീറോസിൻ്റെ സീരീസിൻ്റെ സെപ്പറേറ്റ് ലിസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യാൻ നോക്കാം. ആൻഡ് എന്തായാലും അധികം നമുക്കൊന്നുമില്ല. അതേപോലെ മാവലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറവാണ്. DC ഒന്നുമില്ല. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ക്വയറ്റ് ഇയർ. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു വർഷമായിരിക്കും സൂപ്പർ ഹീറോസ്. ബട്ട് നമുക്ക് പറയാൻ പറ്റില്ല, മേ ബി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരാം. പക്ഷെ എന്തായാലും അടുത്ത കൊല്ലം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവീസ് ഉണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഞാൻ ചെയ്യാൻ നോക്കാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ കണ്ടൻസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ഐ വിൽ സീ യു ഗൈസ്. ടേക്ക് കെയർ.